അപ്പോൾ അവർ ദൂരെയാണെന്ന് കരുതുക. നമ്മളെ ഉപ്പയും ഉമ്മയും ഒക്കെ ദൂരെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്തിട്ട് അവരോട് സംസാരിക്കാം, ഫോണ് വിളിക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരു ആത്മബന്ധം നമുക്കുണ്ടാവും. മനസ്സിലുണ്ടാകുന്ന മടുപ്പ്, മുശുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം കുറക്കാനായിട്ട് കഴിയും നമുക്ക്. ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? ഒരു അടിസ്ഥാനപരമായിട്ട് മനസ്സിൻ്റെ ആരോഗ്യത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. മനസ്സിൻ്റെ ആരോഗ്യത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക. അത് ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ പലതരത്തിലുള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. തിരക്കുള്ള ജീവിതത്തിനിടയിൽ നമുക്ക് അത് പറ്റാതിരിക്കാൻ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നതാണ്. നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു വല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു ഇത് കിട്ടും, ഒരു സമാധാനം കിട്ടും. പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോൾ അത് നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ കടലിൽ പോയി ബീച്ചിൽ പോയിട്ട് അവിടെ കുറച്ച് ആസ്വദിച്ച് ഇരിക്കുക, അല്ലെങ്കിൽ കടലിൽ പോവുക, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് അവിടുത്തെ അന്തരീക്ഷം എന്താക്കുക, അറ്റ്മോസ്ഫിയർ എന്താക്കുക, കുറച്ച് ആസ്വദിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ ആരോഗ്യം നമുക്ക് എന്താക്കാൻ പറ്റും? മനസ്സിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നാണ് ഈ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇവരെ അറിയിച്ചു കൊടുക്കുക.